Good morning, all. Today we are taking the second chapter of Health and Nutrition. And the chapter is Montessori inspired hygiene activities and resources. ഇതിൽ പേര് പറയുന്ന പോലെ തന്നെ മോണ്ടിസോറി ഇൻസ്പയർ ആയിട്ടുള്ള ഹൈജീൻ ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്നോ അതുപോലെ അതിലൂടെ കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു കുട്ടി ഡേ ടു ഡേ ലൈഫിൽ ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും പ്രാക്ടിക്കൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെ നമ്മളിവിടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവരത് സ്വയം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഡേ ടു ഡേ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് കുട്ടിയെ തന്നെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ അവർക്കൊരു സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അവർക്കിതിൽ ഫ്രീഡം കിട്ടുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ കുട്ടിയുടെ ലൈഫിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് വൺ അതിൽ നമ്മൾ ചെയ്യുന്നത് ഹാൻഡ് വാഷിംഗ് റൂട്ടീൻ എങ്ങനെയാണെന്ന് കുട്ടികളെ ഹാൻഡ് വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് കുറച്ച് ആക്ടിവിറ്റീസിലൂടെയാണ് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന നമ്മുടെ പല്ല് ബ്രഷ് ചെയ്യുന്നത്, ഡ്രസ്സ് സ്വയം ഇടുന്നത്, ഹാൻഡ് കർച്ചീഫ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, സ്വയം അവരെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത്, നെയിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഹെയർ കെയറിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ ഫുഡ് കെയർ, ചേഞ്ചിങ് ഷൂസ്, ഇങ്ങനെ ഡേ ടു ഡേ ലൈഫിലിരുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അതല്ലെങ്കിൽ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്.